യുവർ ടൈം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വൃശ്ചികരാശിക്കാരെ കുറിച്ചാണ് ഈ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. വൃശ്ചികരാശി എന്ന് പറയുമ്പോൾ വിശാഖത്തിന്റെ അവസാനത്തെ പാദം അനിഴം തൃക്കേട്ട. അവർക്ക് വ്യാഴം 7-ലാണ്, ശനി 4-ലും 5-ലുമായിട്ട് സഞ്ചരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളാണ് ഇതിൽ പറയാൻ പോകുന്നത്. 2024 ഓഗസ്റ്റ് 17 മുതൽ 2025 ഓഗസ്റ്റ് 16 വരെയുള്ള, അതായത് മലയാള മാസം ഇപ്പോൾ പിറക്കാൻ പോവുകയാണല്ലോ, പുതിയ 1200-ാം ആണ്ടെന്ന് പറയാം. അപ്പോൾ അവരെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അവരെ കുറിച്ച് മൊത്തത്തിൽ പറയുന്നതിന് മുമ്പ് ഓരോ നാളുകാരെ കുറിച്ചും പൊതുവായിട്ടുള്ള വിവരങ്ങൾ നൽകാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് വിശാഖം നക്ഷത്രക്കാരെ കുറിച്ച് ജ്യോതിഷപ്രകാരമുള്ള പൊതുവിവരങ്ങളൊന്ന് പറയാം. വിശാഖം നക്ഷത്രത്തിൽ പിറന്നവർ ഈശ്വരഭക്തിയും വിനയവും ഉള്ളവരായി കണ്ടുവരുന്നു. കർമ്മകുശലതയും ദയാവായ്പും ഈ നക്ഷത്രത്തിൽ പിറന്നവരുടെ ജന്മസിദ്ധമായ ഗുണങ്ങളത്രേ. അസാധാരണമായ ഭരണപാഠവും അജ്ഞാശക്തിയും ഇവരുടെ പ്രത്യേകതകളായി കണ്ടുവരുന്നുണ്ട്. തങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മുഖം നോക്കാതെ ഇവർ നടപ്പാക്കുന്നതാണ്. ആത്മനിയന്ത്രണം തീരെ കുറവായി നാളുകാർ പ്രായോഗിക ബുദ്ധി കൂടുതലായി ഉപയോഗിക്കുന്നവരാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്കും ബാധകമാണെങ്കിൽ കൂടി അവരെ ഈശ്വരചിന്ത കൂടുതലായിട്ടുള്ളവരാണ്. അതുപോലെ മധുരമായി സംസാരിക്കുകയും വളരെ സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യുന്ന ആളുകളാണ്. കുടുംബ ഭരണങ്ങളിൽ ഈ നാളുകാർ അതിയായ താല്പര്യം കാണിക്കുകയും ശോഭിക്കുന്നതുമായി കണ്ടുവരുന്നുണ്ട്. ഈ അനിഴം നക്ഷത്രക്കാരെ കുറിച്ച് പറഞ്ഞാൽ എല്ലാ ശുഭകാര്യങ്ങൾക്കും ഉത്തമമായിട്ടുള്ള നക്ഷത്രമാണ് അനിഴം. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ അധ്വാനശീലരും കർമ്മ നിരതരുമായി കാണപ്പെടുന്നു. ഏത് കഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നതിലും അനിഴം നക്ഷത്രക്കാർക്ക് മടിയില്ല. തങ്ങൾക്ക് തെറ്റുപറ്റിയാൽ അത് ഒരു വലിയ സംഭവം ഉണ്ടായതുപോലെ വിലപിക്കുകയും അതിൻ്റെ പേരിൽ സങ്കടപ്പെടുകയും ചെയ്യുന്നവരാണ്. ഈ നക്ഷത്രത്തിൽ പിറന്നവർക്ക് വിദേശവാസം, അതായത് സ്വന്തം ഗ്രഹം വിട്ട് നിൽക്കാനുള്ള അവസരവും അതുപോലെ തന്നെ യോഗവും ധാരാളമായി കണ്ടുവരുന്നുണ്ട്. കറകളഞ്ഞ ഈശ്വരഭക്തി ഉള്ളവരായിരിക്കും അനിഴം നക്ഷത്രത്തിൽ പിറന്നവർ. ഇവർക്ക് സ്ഥിരമായിട്ട് മിത്രങ്ങളോ ശത്രുക്കളോ കാണില്ല എന്നുള്ളതാണ്. ഇവരിൽ ഭൂരിഭാഗം പേർക്ക് പൊതുരംഗത്ത് അല്ലെങ്കിൽ കലാരംഗത്ത്, രാഷ്ട്രീയ രംഗത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്നതായും അതിൽ പലപ്പോഴും വിജയിക്കുന്നതായും കണ്ടുവരുന്നുണ്ട്. പക്ഷെ ഇവർക്കുള്ളൊരു ദോഷം എന്താണെന്ന് വിചാരിച്ചാൽ പലപ്പോഴും പല വഞ്ചികളിൽ കാലിടുക എന്ന് പറയുന്ന കൂട്ടത്തിൽ പലതരത്തിലുള്ള കർമ്മ മേഖലയിൽ വിഹരിക്കുന്നത് കൊണ്ട് ഇവർക്ക് പലപ്പോഴും ഒരു സ്ഥിരമായിട്ടുള്ളൊരു വരുമാനമോ കാര്യങ്ങളോ ഉണ്ടായെന്ന് വരില്ല. തന്മൂലം സാമ്പത്തികമായി ബുദ്ധിമുട്ട് പലപ്പോഴും അനുഭവിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഈ നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകളുടെ കാര്യത്തിലും മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബാധകമാണെങ്കിലും പ്രസന്നമായ മുഖഭാവവും വശ്യമായ പെരുമാറ്റവും ഈ നാളുകാരുടെ സവിശേഷതകളായി കണ്ടുവരുന്നുണ്ട്. സാമ്പത്തിക ജീവിതത്തിൽ ഇവർ മാതൃകാപരമായ വിജയം കൈവരിക്കുന്നതാണ്. ക്ഷേത്രാരാധനയിലും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിലും ഇവർ ആഹ്ലാദം കണ്ടെത്തുന്നു. ഇനി തൃക്കേട്ട നക്ഷത്രക്കാരെ കുറിച്ചാണ്. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ഐശ്വര്യമുള്ള മുഖത്തോടു കൂടിയവരും നല്ല അധ്വാനശീലരുമായി കണ്ടുവരുന്നു. ശുദ്ധ മനസ്ഥിതി ഉള്ള ഈ നാളുകാർ അല്പം ചാഞ്ചാട്ട സ്വഭാവമുള്ളതായി അറിയപ്പെടുന്നു. സ്വയം കഴിവുണ്ടെന്ന് നടിച്ച് നടക്കുന്നവരാണ് ഈ നക്ഷത്രത്തിൽ പിറന്നവർ. എന്നാൽ ലോല ഹൃദയരാണ്. അടുത്ത് ഇടപഴകുമ്പോഴാണ് അതെല്ലാം നമുക്ക് മനസ്സിലാകുന്നുള്ളൂ. വെല്ലുവിളികൾ നേരിടുന്നതിൽ ഈ നക്ഷത്രക്കാർ ധൈര്യം ഉണ്ടാവാറില്ല. തന്നിലും താഴെയുള്ളവരെ സഹായിക്കാൻ ഈ നാളുകാർ എപ്പോഴും മുൻപന്തിയിലായിരിക്കും. ക്ഷിപ്രകോപികളാണെന്നാ പറയാ. പിന്നെ ഈ നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ച് വാക്സാമർത്ഥ്യം കൊണ്ടും ബുദ്ധിശക്തി കൊണ്ടും ഈ നാളുകാർ ആരെയും വശത്താക്കും. വന്ധ്യത്വം, സന്താന ദുഃഖം അല്ലെങ്കിൽ അനുയോജ്യമല്ലാത്ത ഭർത്താവ് എന്നിവയൊക്കെ ഈ തൃക്കേട്ട നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് പലപ്പോഴും വിനയായി ഭവിക്കാറുണ്ട്. ഇതാണ് ഇപ്പോൾ ഈ വൃശ്ചികരാശിയിൽപ്പെട്ട ഈ 3 നക്ഷത്രക്കാരുടെയും തനിയെയുള്ള പൊതുവിവരങ്ങൾ. എന്നാൽ ഈ വൃശ്ചികരാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം 7-ൽ അതുപോലെ ശനി 4-ലും 5-ലുമാണെന്ന് പറഞ്ഞല്ലോ. അത് വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലസ്ഥിതിയാണ്. സംഗതി ഓരോരുത്തരുടെയും ദേശാകാലം അനുസരിച്ച് അതിന് വ്യത്യാസം വരും. ഇവിടെ പറയുന്നത് പൊതുവായിട്ടുള്ള ഒരു ഫലങ്ങളാണ്. അപ്പൊ ദുരിതമോചനം ഉണ്ടാവുന്ന പറയാം. അതായത് ഇതുവരെ ഉണ്ടായിട്ടുള്ള ദുരിതങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുക, അതുപോലെ വിവാഹം
ഇതുവരെ നടക്കാതിരുന്ന ആളുകൾക്ക് വിവാഹം നടക്കുക, സന്താന സൗഭാഗ്യം കൈവരിക്കാൻ സാധിക്കാത്തവർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാവുക, പ്രത്യേകിച്ച് ഈ ഓഗസ്റ്റ് 17 മുതലുള്ള ഈ കാലയളവ്. അതുപോലെ കലാകാരന്മാർക്ക്, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ നല്ല സമയമാണ്. ഗ്രഹനിർമ്മാണം പകുതിക്ക് വെച്ച് നിർത്തിയതോ അല്ലെങ്കിൽ ഗ്രഹം പുതിയതായി മോടി പിടിപ്പിക്കാനോ അല്ലെങ്കിൽ വാങ്ങിക്കാനോ കഴിയുമെന്നാണ് പറയുക. ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് നടക്കും, പ്രത്യേകിച്ച് വിദേശത്ത് മറ്റും പോകാൻ. അതുപോലെ തന്നെ ഗവൺമെന്റ് ജോലിക്ക് വരെ സാധ്യതയുണ്ടെന്നാണ് പറയാം. അതുപോലെ പ്രൊമോഷൻ ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠിത്തത്തിലും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിനുമുള്ള സാധ്യതയുണ്ട്. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അത് നടക്കും. അനുകൂലമായിട്ടുള്ളൊരു കാലസ്ഥിതിയാണ് ഈ വൃശ്ചിക രാശിക്കാർക്ക് കാണുന്നത്, പ്രത്യേകിച്ച് ഓഗസ്റ്റ് 17 മുതൽ. എന്നാൽ ഇതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യാസമായിട്ട് പറയാനുള്ള എന്താ വെച്ചാൽ, ഇതൊക്കെ ഓരോരുത്തരുടെ ദശാകാലവും മറ്റും അനുസരിച്ചായിരിക്കും ഉണ്ടാവുക. ഞാൻ പറയുന്നത് പൊതുവായിട്ടുള്ളൊരു ഫലങ്ങളാണ്. അതുകൊണ്ട് ഓരോരുത്തരുടെയും ദശാകാലം അനുസരിച്ച് ഇതിനൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ജനന തീയതി അതുപോലെ ജനന സമയം ഇംഗ്ലീഷിലുള്ളത് മതി. നക്ഷത്രം തന്നാൽ നല്ലത്, ഇല്ലെങ്കിലും അതിൽ നിന്ന് ഗണിച്ച് ഉണ്ടാക്കാവുന്നതാണ്. അത് നിങ്ങൾ തരികയാണെങ്കിൽ ഓരോരുത്തരുടെയും സെപ്പറേറ്റ് ആയിട്ട് ദശാകാലം, ഇപ്പോൾ നടക്കുന്ന ദശ ഏതാണെന്നും അതിൻ്റെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാണെന്നും അതനുസരിച്ച് ഉള്ള ദോഷപരിഹാരങ്ങൾ, ചെറിയ രീതിയിലുള്ള തൊട്ടടുത്ത അമ്പലത്തിലും മറ്റും കഴിക്കാവുന്ന ചെറിയ രീതിയിലുള്ള ദോഷപരിഹാരങ്ങൾ കൂടി നിർദ്ദേശിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ഇംഗ്ലീഷിലുള്ള ഡേറ്റ് ഓഫ് ബർത്തും ടൈമും അയച്ചു തരിക. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മറ്റൊരു എപ്പിസോഡുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലത് വരട്ടെ.